എല്ലാവർക്കും ടോണി ചേട്ടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആർദ്രം ഇൻറ്റീരിയൽസിൻ്റെ ഒരു അടിപൊളി വാർഡ്രോബ്സിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. മുതായി കാണുന്ന സ്ഥലത്താണ് നമ്മൾ വാർഡ്രോബ്സ് ചെയ്യാൻ പോകുന്നത്. കണ്ട സ്ഥലം കണ്ടോ, നമ്മളൊരു 4 ഡോർ വാർഡ്രോബ്സാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ചെയ്യാനുള്ള ഷീറ്റ് കണ്ടോ, അതിൻ്റെ ഡിസൈൻ കണ്ടോ, ലാമിനേഷൻ ഷീറ്റാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാർഡ്രോബ്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഏകദേശം ഒരു സ്ട്രക്ചർ കണ്ടോ. അപ്പം നമ്മുടെ വാർഡ്രോബിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത് കണ്ടല്ലോ. ഔട്ടർ ബോഡിയൊക്കെ ഏകദേശം നമ്മൾ കൂട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഷീറ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിതാ ഇനി ബാക്ക് ഷീറ്റൊക്കെ അടിക്കാനായിട്ട് തിരിച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ബാക്ക് ഷീറ്റ് അടിക്കാൻ പോവാണ്. ഇതാ ബാക്ക് ഷീറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിവുഡാണ്. കാരണം ഭിത്തിയോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ബാക്ക് ഷീറ്റിന് മൾട്ടിവുഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതെന്ന് വെച്ചിട്ട് ഒരു 9 mm തിക്കും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ബലമായിരിക്കും. അപ്പം നമ്മൾ ബാക്ക് ഷീറ്റൊക്കെ അടിച്ച് നമ്മുടെ കറക്റ്റ് സ്പേസിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട്. ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്. സ്കർട്ടിങ് ഒക്കെ വെക്കാനുണ്ട്, അതുപോലെ തന്നെ ഡോറുകൾ തൂക്കണം, അതുപോലെ നമ്മുടെ ഡ്രോയർ, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പം എന്താ കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാർഡ്രോബ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ഇനി നമുക്കിതിൻ്റെ ഹെഡ് റെസ്റ്റൊക്കെ വെക്കാനുണ്ട്. ഹെഡ് റെസ്റ്റൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ എഡ്ജ് ജോയിൻ്റ് എല്ലാം ഒട്ടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡോറ് തൂക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഇനിയിപ്പം ഹെഡ് റെസ്റ്റൊക്കെ വെച്ച് എഡ്ജ് ജോയിൻ്റൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലിട്ട് കയറാം. അപ്പോൾ എന്താ കണ്ടോ, നമ്മുടെ ലാമിനേഷൻ ഷീറ്റ് തന്നെ നല്ല കോടി ടൈപ്പ് ലാമിനേഷൻ ഷീറ്റാണ് കണ്ടോ. നല്ല ഫിനിഷിങ്ങുള്ള ലാമിനേഷൻ ഷീറ്റാണിത്. അപ്പോൾ നമുക്കിനി എഡ്ജ് ജോയിൻ്റൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം അല്ലേ. അങ്ങനെ നമ്മളിതാ ഹെഡ് റെസ്റ്റൊക്കെ വെച്ചു. ഇനി നമ്മളിത് എഡ്ജ് ജോയിൻ്റ് ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. എഡ്ജ് ജോയിൻ്റൊക്കെ എന്ന് വെച്ചാൽ കറക്റ്റ് സെയിം പാറ്റേണിലെ എഡ്ജ് ജോയിൻ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെയിം എഡ്ജ് ജോയിൻ്റൊക്കെ തന്നെ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്താ കണ്ടല്ലോ, നമ്മുടെ സ്കർട്ടിങ് ഒക്കെ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പം എഡ്ജ് ജോയിൻ്റ് ഒട്ടിച്ച് തീർന്നു കഴിഞ്ഞാൽ ബാക്കി പരിപാടി തുടങ്ങാൻ പോവാണ്. അത് നമ്മൾ എഡ്ജ് ജോയിൻ്റൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഡോറ് തൂക്കിക്കഴിഞ്ഞു. ഏകദേശമൊക്കെ കണ്ടോ, ഡോറ് തൂക്കിയിട്ടേക്കാണ് എല്ലാം. അപ്പോൾ ഡോറിൻ്റെ ഫിറ്റിങ്ങുകളും കഴിഞ്ഞു. ഇനി ഡോറിന് എഡ്ജ് ജോയിൻ്റ് ഒട്ടിക്കാറുണ്ട്, അതുപോലെ തന്നെ ഡ്രോയർ സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്താ ഇപ്പം ഡ്രോയറിൻ്റെ പരിപാടികളെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷിങ് ആകും. ഇനി നമ്മുടെ ഡോറിലൊക്കെ എഡ്ജ് ജോയിൻ്റ് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഡോറൊക്കെ അഴിച്ചെടുക്കുവാണ് കേട്ടോ. ഡോറൊക്കെ അഴിച്ചെടുത്തിട്ട് നമുക്ക് എഡ്ജ് ജോയിൻ്റൊക്കെ ഒട്ടിച്ചുകൊണ്ട് ഫിറ്റപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി ഡ്രോയറിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അപ്പം ഡ്രോയർ നമ്മൾ ഏകദേശം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പിന്നെ അതിൻ്റെ മോപ്പറ്റൊക്കെ പിടിപ്പിക്കാനുള്ളതാണ്. അപ്പം എന്താ ഡോറെല്ലാം എഡ്ജ് ജോയിൻ്റ് ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മളിപ്പം അതിൻ്റെ ലോക്കെല്ലാം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്കൊക്കെ നമുക്കെല്ലാം അടിപൊളി ലോക്ക് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല പവറായിട്ടുള്ള ലോക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഹാൻഡിലും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശമുള്ള പരിപാടിയൊക്കെ കഴിയും. അപ്പോൾ അതാ നമ്മളിത് ഹാൻഡിലിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഹാൻഡിലിൻ്റെ ഹോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ബ്ലാക്ക് കളറിലെ ഹാൻഡിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതാ കണ്ടോ. അപ്പം ഹാൻഡിലിൻ്റെ ഹോളൊക്കെ ഇട്ട് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഹാൻഡിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഡ്രോയറിൻ്റെ വർക്ക് തുടങ്ങാം. അപ്പം ഡ്രോയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മോപ്പറ്റ് പിടിപ്പിച്ചാൽ മതിയായിരുന്നു. മോപ്പറ്റൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു, സ്ലൈഡറൊക്കെ വെച്ചു. അപ്പം എന്താ നമ്മളിതേ ഡ്രോയർ കയറ്റിയിടാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഡ്രോയർ നമ്മുടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സംഭവം വർക്ക് ചെയ്യുന്നത് കണ്ടോണം കേട്ടോ. സെറ്റ് ചെയ്തിടാൻ പോവുകയാണ് കണ്ടോ. നല്ല സൂപ്പറായിട്ടത് കയറി പോകുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രോയറിൻ്റെ ഹാൻഡിലും ഡ്രോയറിനൊരു ലോക്കും ഉണ്ട്. അപ്പോൾ അതുകൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആകും കണ്ടോ. അപ്പം ഡ്രോയറിന് നമ്മളിപ്പം ഹാൻഡിലും അതുപോലെ തന്നെ ലോക്കും പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പം നമ്മുടെ വാർഡ്രോബ് എങ്ങനെ ഉണ്ടെന്ന് കണ്ടല്ലോ അല്ലേ. നല്ല അടിപൊളി മോഡലിൽ അടിപൊളി ഡിസൈനിൽ തന്നെയാണ് നമ്മൾ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടോ, നമ്മുടെ ഇപ്പോൾ അതിൽ കാണുന്ന ലെറ്ററിങ് കാണുന്നതിൻ്റെ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മളത് ഫൈനൽ
ലാസ്റ്റ് മാത്രം നമ്മൾ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ കളയത്തുള്ളൂ കേട്ടോ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഫുള്ളൊരു വീഡിയോ നമ്മൾ ഫിനിഷ് ചെയ്തതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ കളഞ്ഞ് എല്ലാം എൻ്റെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു വീഡിയോ എടുത്തിരുന്നതായിരിക്കും ഫൈനൽ വീഡിയോ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ വാർഡ്രോബിൻ്റെ ഒരു മോഡൽ കണ്ട എങ്ങനെയുണ്ട്. ഇതുപോലൊക്കെ നല്ല സ്റ്റൈലൊരു മോഡൽ വാർഡ്രോബ്സ് നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ ആർദ്രം ഇൻറ്റീരിയൽസിനെ കോൺടാക്റ്റ് ചെയ്യുക. വാർഡ്രോബ്സ് മാത്രമല്ല, ഇൻറ്റീരിയലുമായി ബന്ധപ്പെട്ട ഏത് വർക്കാണ് ശരി, പാർട്ടീഷൻ, കിച്ചൺ കബോർഡ്സ്, അങ്ങനെ ഒരുപാട്. അപ്പം ഉടൻ തന്നെ ആർദ്രം ഇൻറ്റീരിയലിനെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.